UDF നേതൃത്വം എന്ന് പറയുന്നത് UDF ചെയർമാനാണല്ലോ അല്ലേ? അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ UDF ചെയർമാൻ്റെ ഉദ്ദേശം? അത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് ഒതുക്കുന്നത്? ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ തീരുമാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDF അഭിപ്രായം അന്നുള്ളൂ ഇപ്പല്ല. VD സതീശനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി PV അൻവർ. ഉപതെരഞ്ഞെടുപ്പ് ആയുധമാക്കി തന്നെ ഒതുക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് സതീശന്. ഒതുക്കുന്നത് കൊല്ലാനാണ് എന്ന വസ്തുത മനസ്സിലാക്കുന്നു. തന്നെ കൊല്ലുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുമെന്നും അൻവർ പരിതപിച്ചു. ആര്യാടൻ ഷൗക്കത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാലേ അൻവറിനെ സഹകരിപ്പിക്കൂ എന്ന് സതീശൻ ആവർത്തിച്ചു. UDF വാതിലടച്ചതോടെ പെരുവഴിയിലായ അൻവർ മാനം കാക്കാൻ മത്സരിക്കേണ്ട ഗതിയിലാണിപ്പോൾ. ഇന്ന് ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. CPM-ന് വേണ്ടി ശ്രീ K. അരുൺകുമാർ, കോൺഗ്രസിന് വേണ്ടി ശ്രീ നിജേഷ് അരവിന്ദ്, BJP-ക്ക് വേണ്ടി ശ്രീ P. ശ്യാംരാജ്, നിരീക്ഷകനായി ശ്രീ മോഹൻ വർഗീസ് എന്നിവർ പങ്കെടുക്കുന്നു. അൻവർ സ്ഥാനാർത്ഥിയാവുകയാണോ എന്നുള്ളതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും കൗതുകകരമായ ചോദ്യം. നമുക്ക് അതറിയാനായി അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്നുണ്ട്. അരുൺ, അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് അൻവറിന്റെ ഭാഷയും ശരീരഭാഷയും ആശയറ്റ അവസ്ഥയിലായിരുന്നു. VD സതീശൻ UDF-ന്റെ കൺവീനറാണ്, UDF-ന്റെ ചെയർമാനാണ്. UDF-ന്റെ ചെയർമാൻ തന്നെ ഗൂഢോദ്ദേശത്തോടു കൂടി ഒതുക്കുകയാണെന്ന് പറയുമ്പോൾ UDF പ്രവേശനം എന്ന ആ ഒരു പ്രതീക്ഷ അൻവർ അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ മത്സരം എന്നുള്ളത് ഉറപ്പായോ? മത്സരിക്കുന്നത് അൻവർ തന്നെ ആയിരിക്കുമോ? ശക്തി പ്രകടനം എന്നുള്ളത് അൻവറിന്റെ മനസ്സിലുണ്ടോ? എന്താണ് അൻവറിന്റെ അടുത്ത ആളുകളിൽ നിന്നും അൻവറിന്റെ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന സൂചനകൾ? അഭിലാഷ്, കാറും കോളും നിറഞ്ഞ നിലമ്പൂരിലെ അന്തരീക്ഷം അത് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് പൂർണ്ണമാവുന്നതിന് പിന്നാലെ തന്നെ നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് അൻവറിന്റെ നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. അൻവർ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഇടയുന്നു. അതിന് പിന്നാലെ UDF കൃത്യമായ ഒരു നിലപാട് അവിടെ അറിയിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഇനി അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അൻവർ അവിടെ തീരുമാനം പറഞ്ഞു, ഒന്നുകിൽ സമവായം അല്ലെങ്കിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് നിലവിൽ PV അൻവറിന്റെ നിലപാടെന്ന് പറയുന്നത്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാതെ ആ നിലപാടിൽ നിന്ന് മാറില്ലെന്ന് തൃണമൂൽ നേതൃത്വവും തൃണമൂൽ നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. VD സതീശന്റെ നിലപാടിന് മറുപടിയായാണ് അൻവർ നിലപാട് പറഞ്ഞത്. ഇപ്പോൾ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആ സ്റ്റാൻഡ് അറിയിച്ചു കഴിഞ്ഞു. അൻവർ ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ല. പിന്നെ അൻവറുമായുള്ള ഒരു ചർച്ചയിൽ പ്രസക്തിയില്ല. ഇനി അൻവർ പ്രഖ്യാപിക്കണം. അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ അതേ നിമിഷം തന്നെ അസോസിയേറ്റ് ഘടകകക്ഷിയായി PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കും എന്നുള്ളതാണ് UDF-ന്റെ നിലപാട്. അൻവർ അതിനോട് വഴങ്ങുമോ ഇല്ലയോ? ഈ ഘട്ടത്തിലൊന്നും അൻവർ വഴങ്ങുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി അൻവർ വഴങ്ങുകയാണെങ്കിൽ തന്നെ അത്തരത്തിലൊരു ബാഹ്യമായ ഇടപെടൽ വേണം. ഒന്നുകിൽ ലീഗിന്റെ കൂടി ഇടപെടൽ ഒന്നുകൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യമായ ഇടപെടൽ അങ്ങനെ വന്നാൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു, ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചു, ആ അൻവറുമായി ഒത്തുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ അപഹസിച്ച ആളെ എങ്ങനെയാണ് സഹകരിപ്പിക്കുക എന്ന പ്രശ്നം ഉണ്ട്. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കണമെന്ന ഡിമാൻഡാണ് ഇന്ന് VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതും. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് അൻവറിന്റെ ഭാഷയും ശരീരഭാഷയും അങ്ങ് ശ്രദ്ധിച്ചു കാണും. എന്നെ ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ തടവിലിടും. എനിക്ക് TP ചന്ദ്രശേഖരന്റെയോ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിയുടെയോ ഗതിയായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. VD സതീശൻ എന്നെ ഈ ഒതുക്കൽ തന്ത്രത്തിലേക്ക് നയിക്കുകയാണ്, ഞാൻ ആ ചതിക്കുഴിയിൽ വീഴാനില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങ് കടന്നു പോവുകയാണ്, കൈവിട്ടു പോവുകയാണ്. എന്താണ് PV അൻവറിന് സംഭവിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതൊരു വലിയ രാഷ്ട്രീയ ആത്മഹത്യയായി മാറിയോ? അങ്ങനെ വേണം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആത്മഹത്യ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത് ഒട്ടെത്തിയിട്ടുമില്ല എന്ന നിലയിലാണ് അൻവറിന്റെ പോക്ക്. കാരണം അൻവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് ഡിമാൻഡ് വെച്ചാലും എത്ര സൂപ്പർലേറ്റീവ് പദങ്ങൾ ഉപയോഗിച്ചാലും UDF നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞു പിടിച്ച് പുലഭ്യം പറഞ്ഞാലും അദ്ദേഹത്തിന് UDF-ൽ അദ്ദേഹത്തെ എടുക്കാതിരിക്കാനാവില്ല. താൻ അനിവാര്യനാണ്. പ്രത്യേകിച്ചും
നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം താൻ അനിവാര്യനാണ് എന്ന അൻവറിൻ്റെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കോൺഗ്രസ് പാർട്ടി മറ്റൊരിക്കൽ പോലും കാണിക്കാത്ത ആ ഒരു ആർജവം അൻവറിന്റെ വിഷയത്തിൽ കാണിച്ചു. അൻവർ വിചാരിച്ചത് KC വേണുഗോപാലിനെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ നീങ്ങാം, അല്ലെങ്കിൽ രമേശ് അൻവറിന്റെ കാര്യത്തിൽ ആർജവം UDF ആകെ അല്ലെങ്കിൽ കോൺഗ്രസ് ആകെ കാണിച്ചു എന്ന് പറയാൻ കഴിയുമോ? കാരണം ഒന്ന്, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അൻവർ സ്ഥാനാർത്ഥിയെ അഭ്യസിച്ചതിന് പിറ്റേന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു. PV അബ്ദുൽ വഹാബും PK കുഞ്ഞാലിക്കുട്ടിയും അൻവറിന് ആതിഥേയരാകുന്നു. K സുധാകരൻ പറയുന്നു അൻവർ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും, അൻവറിന്റെ പിന്തുണ നിർണായകമാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല സമാനമായ അഭിപ്രായം പറയുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ വിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ കമാൻഡ് ചെയ്യുന്ന വിഭാഗം ആർജവമുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതാവില്ലേ കൂടുതൽ ശരി? അല്ല, അങ്ങനെ ഞാൻ കാണുന്നത് അൻവറിന്റെ ആവശ്യമാണ്. കോൺഗ്രസ് ഷുഡ് സ്റ്റാൻഡ് ഡിവൈഡഡ് എന്നത് ഇപ്പോൾ അൻവറിന്റെ ആവശ്യമാണ്. കോൺഗ്രസിനെ പൂർണ്ണമായി ഒരുമിച്ച് കൊണ്ടുപോകാനാവുന്നില്ല. കാരണം കോൺഗ്രസിൽ അതേക്കുറിച്ച് ഒരു ഏതാണ്ട് വ്യക്തമായ ധാരണ തന്നെയുണ്ട്. അൻവർ സ്ഥാനാർത്ഥി വളരെ സിമ്പിൾ ഡിമാൻഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ കലവറയില്ലാതെ സഹായിക്കുക, ആ തീരുമാനം പ്രഖ്യാപിക്കുക. അതല്ലാതെ UDF ഘടകകക്ഷിയായിട്ടോ അസോസിയേറ്റ് മെമ്പറായിട്ടോ ഒക്കെ ചേർക്കും എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടീഷണലാണ്. അൻവർ പറയുന്ന പല കാര്യങ്ങളും കണ്ടീഷണലാണ്. ഇപ്പോൾ ഒരുപക്ഷെ UDF ചിന്തിക്കുന്നത് ഇപ്പോൾ വളരെ വലിയ കണ്ടീഷൻസ് ഈൽഡ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അൻവറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ UDF സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ തക്ക ഒരു രീതിയിലേക്ക് അൻവർ വളരുന്നത് UDFന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് UDFന്റെ മൊത്തത്തിലൊരു തീരുമാനമുണ്ട്. ഇതൊക്കെ ഒരു ഫയർ ഫൈറ്റിംഗ് ആണ്. കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചതും പാണക്കാട്ടേക്ക് ഉള്ള യാത്രയും അതല്ലെങ്കിൽ മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ ശ്രമിച്ചതുമെല്ലാം തന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് എക്സസൈസ് ആണ്. ഇതൊക്കെ ടെസ്റ്റിംഗ് വാട്ടേഴ്സ്, അൻവറിന്റെ ഇച്ഛാശക്തി എവിടം വരെ ഉണ്ട് എന്ന് അളക്കാനുള്ള ചില ടെസ്റ്റിംഗ് വാട്ടേഴ്സ് മാത്രമാണ്. അല്ലാതെ VD സതീശൻ എന്ന ഒറ്റയാളെയാണ് ഇപ്പോൾ അൻവർ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നു. മുൻകാലത്ത് രാഹുൽ ഗാന്ധിയുടെ DNA വരെ പരിശോധിക്കണം എന്ന് പറഞ്ഞതൊന്നും ഒരുപക്ഷെ ഹൈക്കമാൻഡും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആള് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. തൃണമൂൽ കോൺഗ്രസും ഒരേ ബോട്ടിലല്ല യാത്ര ചെയ്യുന്നത്. കേന്ദ്രത്തിൽ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം അൻവറെ നേരിട്ട് പച്ചപ്പർവ്വതാനി വരിച്ച് UDF എടുക്കാവുന്ന ഒരു സംവിധാനമല്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. സങ്കീർണമായതുകൊണ്ട് രഞ്ജൻ ചൗധരി അടക്കം തൃണമൂൽ കോൺഗ്രസിനോട്, അതും യൂസഫ് പട്ടാൻ എന്ന ക്രിക്കറ്റ് കളിക്കാരനോട് തോറ്റുപോയി. തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും വിശ്വസിക്കാത്ത പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ അവരൊരു ഘടകകക്ഷിയാണെങ്കിൽ പോലും അതൊരു വസ്തുതയാണ്. വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇന്നിപ്പോ PV അൻവർ പറയാണ് അദ്ദേഹം KC വേണുഗോപാലിനെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി അക്കാര്യത്തിൽ നേരിട്ടിടപെട്ടു, ഉറപ്പ് കൊടുത്തു. അതനുസരിച്ച് 5 മണിക്ക് കോഴിക്കോടെത്തിയ അൻവർ 7:45 വരെ കാത്തിരുന്നു. കോഴിക്കോട് നഗരത്തിൽ കാത്തിരിക്കുകയാണ് KC വേണുഗോപാലിന്റെ ദർശനം കിട്ടാൻ. KC കാണാമെന്ന് സമ്മതിച്ചതിന് ശേഷം അവസാന നിമിഷം മാറി. VD സതീശൻ ഞാൻ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി KCയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഒരാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യിക്കാൻ ഞാൻ രാജിവെച്ച് കളയുമെന്നൊക്കെ പറയുന്ന ആളാണോ സതീശൻ? എന്തൊക്കെയാണ് നടക്കുന്നത് UDFൽ? കുറച്ചു കാലം മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ ശരിയാണ് എന്നും ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്നും ഒരു ധാരണ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി അഭിലാഷേ. പുതിയ കാലത്ത് ഇങ്ങനെയൊന്നുള്ള ഏർപ്പാടില്ല, ഭീഷണിയൊന്നുമില്ല. ഡയറക്റ്റ് പൊളിറ്റിക്സ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും ഒരു നിലപാടുണ്ട്. ആ നിലപാട് UDFന്റെ ചെയർമാൻ, KPCCയുടെ പ്രസിഡന്റ്, UDFന്റെ കൺവീനർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇപ്പം അൻവറിനെ മാറ്റി നിൽക്കുക അല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ വന്നത് എന്ന് കരുതുക. UDFന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണ്ടേ? UDFന് കൺവെൻഷൻ നടത്തണ്ടേ? UDFന് നിലപാട് വെച്ച് മുന്നോട്ട് പോകണ്ടേ? ഞങ്ങൾ ഈ ഒരു രാജിവെച്ച MLAയുടെ പിറകെ തന്നെ ഇരുന്ന് കറങ്ങണം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്സ് ആണോ? ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്തിരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആരെയെങ്കിലുമൊക്കെ മൂർന്നു കിട്ടും, അങ്ങനെ സ്ഥാനാർത്ഥിയാക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കച്ച കെട്ടി ഇറങ്ങാം എന്നൊന്നും വിചാരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്കൊരു ബൈ ഇലക്ഷൻ 4ാമത്തെ
വർഷത്തിൽ നടന്ന വരുന്ന ബൈ ഇലക്ഷനിൽ അതീവ ഗൗരവത്തോടു കൂടി അതിനെ കാണാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത്. അതൊക്കെ വേണം ശ്രീനിജേഷ്. അതൊക്കെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോ എന്തായാലും അതിന്റെ ഫുൾ സ്വിംഗിലായല്ലോ. ഇവിടുത്തെ പ്രശ്നം അതല്ല, അൻവറിനെ UDF-ലേക്ക് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞത് ഇന്നലെ അൻവറിന്റെ KC വേണുഗോപാലുമായി നിശ്ചയിക്കപ്പെട്ട കൂടിക്കാഴ്ചയുടെ കാര്യമാണ്. KC ഇന്നലെ ഇവിടെ എത്തിയതിനു ശേഷം പറഞ്ഞ വാചകങ്ങൾ ഞാൻ വായിക്കാം. അൻവർ രാജിവെച്ചത് പിണറായിയെ താഴെ ഇറക്കാനാണ്. അൻവറിനെ ആരും ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അൻവറിനെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ എടുക്കുക. അൻവറുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരിഹരിക്കും. ഇതായിരുന്നു KC വേണുഗോപാലിന്റെ നിലപാട്. അപ്പോൾ അൻവറിന് ആശ്വാസകരമായ ഒരു നിലപാട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് KC വേണുഗോപാലിൽ നിന്നുണ്ടായി. അൻവറും പ്രതീക്ഷിച്ചു, എല്ലാവരും പ്രതീക്ഷിച്ചു, KC ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നു, അൻവറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നു എന്ന്. അപ്പൊ അവസാന നിമിഷം KC വേണുഗോപാൽ ഒരു ഗുഡ് വിൽ കാണിച്ചിട്ട് അദ്ദേഹം കാണാൻ പോലും നിൽക്കാതെ മടങ്ങിയ ഡൽഹിക്ക്. ആരാണ് വീറ്റോ ചെയ്തത്? അതാണ് പ്രശ്നം. അവിടെയാണ് അഭിലാഷേ കോൺഗ്രസിനെ നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടത്. ആ ഏർപ്പാടൊക്കെ കോൺഗ്രസ് നിർത്തി. കോൺഗ്രസിനൊരു സംഘടനാ സംവിധാനമുണ്ട്. അതിന് ബ്ലോക്ക് കമ്മിറ്റിയുണ്ട്, മണ്ഡലം കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട്. നേരിട്ട് പോയി അഖിലേന്ത്യാ കമ്മിറ്റിയോട് സംസാരിക്കാൻ മമതാ ബാനർജിക്ക് പറ്റും. അല്ലാതെ ഒരു സംസ്ഥാന നേതാവ് പോയിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്ന ഏർപ്പാടിലൊന്നും ഞങ്ങളിപ്പോൾ തൽക്കാലം ഇല്ല. അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ അഭിലാഷ് പറഞ്ഞ ഫുൾ സ്വിംഗിലായി ഉപതെരഞ്ഞെടുപ്പ് ആയിട്ടില്ല. 2 കക്ഷികൾ മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഒന്ന് SDPIയും 2 കോൺഗ്രസും UDF-ഉം. വേറെ ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഫുൾ സ്വിംഗിലായിട്ടില്ല. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങോട്ടല്ലേ. ഇടത് ജനാധിപത്യ മുന്നണിക്ക് പണ്ടൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ പ്രഖ്യാപിക്കുന്ന ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. BJP മത്സരിക്കണമോ വേണ്ടയോ എന്ന് ഇക്കാലം വരെ തീരുമാനിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതൊക്കെയല്ലേ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ചർച്ച. ആ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഹണ്ടിങ് ആണ്. നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു കാൻഡിഡേറ്റ് ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാൻഡിഡേറ്റ് ഹണ്ടിങ്ങിന്റെ ഭാഗമായി ആര് വരും എന്നറിയാത്ത ഒരു സാഹചര്യമാണ്. ശരിക്കും നമ്മൾ അതൊക്കെയല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. വെറും 19 ദിവസം മാത്രം ഒരു ഇലക്ഷന് ബാക്കിയിരിക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് ഭരണകക്ഷിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, അവരുടെ സിറ്റിംഗ് MLA ഉള്ളിടത്ത് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, 2 ടേമായി ജയിച്ചെടുത്ത് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, അതൊക്കെയല്ലേ യഥാർത്ഥ ചർച്ച. അത് കുറച്ചു ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇന്നും ആ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യാം. ഇപ്പോ നമ്മൾ മുമ്പിൽ അൻവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റ് അവിടെ നിൽക്കാൻ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. ശ്രീ അരുൺകുമാർ, പിണറായിസത്തെ എതിരിടാനാണ് അൻവർ ഇറങ്ങിയത്. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ഒട്ട് എത്തിയിട്ടുമില്ല. അപ്പൊ ഇനിയിപ്പോ പിണറായിസത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയ അൻവർ സതീശനസത്തെ എതിരിട്ടാൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാവുമോ? ഇവിടെ ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി മത്സരിച്ച് രംഗത്ത് വന്ന് എല്ലാ തരത്തിലും ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലിപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനുണ്ട്, അതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്, അതിനുമുമ്പുള്ള VD സതീശനുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്, K. സുധാകരനുണ്ട്. ഇവരെല്ലാം സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഘട്ടത്തിനിറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് അവർ തന്നെ തോറ്റു പിന്മാറി തലയിൽ തൊപ്പിയിട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പിന്നെ ഈ പിണറായിസം എന്ന് ഇങ്ങനെ ഈ ശ്രീ അൻവർ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമുക്കറിയാം, വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന, ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന, ഒരു നവകേരളം നിർമ്മിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, LDFന്റെ ഇടപെടലാണ് ആ ഇസം എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ അത് ധൈര്യമായി തുടരുക തന്നെ ചെയ്യും. ഒരാളും ആ ഇസം അവസാനിപ്പിക്കാൻ ഇങ്ങ് വരണ്ട എന്നതാണ് പറയാനുള്ളത്. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം എന്താണ്? ഇത്തരത്തിൽ ജനങ്ങളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിടണമായിരുന്നോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു, മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെച്ചു, വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അതിന്റെ ഭാഗമായി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടി വന്നു. വീണ്ടും ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകേണ്ടി വന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അത് തെറ്റിദ്ധരിപ്പിച്ചത് വീണ്ടും പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കണ്ടു. സഖാവ് പിണറായി വിജയൻ എൻ്റെ അച്ഛനെ കൂട്ടാണ്, എൻ്റെ പിതാവിനെ കൂട്ടാണ് എന്ന് പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് 6 മാസമേ ആയുള്ളൂ. സഖാവ് മുഹമ്മദ് റിയാസ് ഏറ്റവും ചടുലതയുള്ള യുവാക്കളുടെ മന്ത്രിയാണെന്നും ഇത്ര വേഗതയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് പൊതുവേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചിട്ടും 5-6 മാസമേ ആയുള്ളൂ.
2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ LDF ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിന് അനുവദിച്ചു. ആ വികസനമാണ് ഇന്നന്ന വികസനം, റോഡ്, തോട്, മേൽപ്പാലങ്ങൾ, എല്ലാ വികസനങ്ങളും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം 6 മാസം മുമ്പുള്ള പ്രസംഗമാണ്. ഇപ്പൊ നേരെ തിരിച്ചു പറയുന്നു, പിണറായിസമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അദ്ദേഹത്തെ കൂട്ടാനും കൂട്ടാതിരിക്കാനും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വെള്ളിയാഴ്ച കൃത്യമായി പറഞ്ഞാൽ 30-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. നാളെയാണ് ആ സെക്രട്ടേറിയറ്റ്. ആ 12 ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്നില്ലല്ലോ എന്നോർത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര വേവലാതിയും പെടണ്ട. കൃത്യസമയത്ത് വരും, ചടുലതയോടെ പ്രവർത്തിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും. വികസന രാഷ്ട്രീയത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കും. ഒരു സംശയവും വേണ്ട അതിൽ. ശരി, ഓക്കെ. ശ്രീ മോഹൻ വർഗീസ്, ഇന്നിപ്പോ അൻവർ പറഞ്ഞൊരു വാചകം, എനിക്ക് വേണ്ടി ഇനി കാല് പിടിക്കേണ്ട എന്ന് ഞാൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമുക്കറിയാം ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ വഹാബിന്റെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ലീഗ് ഇക്കാര്യത്തിൽ ഇൻസ്ട്രുമെന്റലായിരുന്നു. രമേശ് ചെന്നിത്തല, K സുധാകരൻ തുടങ്ങിയ ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. സുധാകരന്റെ പ്രതിനിധികൾ വീട്ടിലെത്തി അൻവറിനെ കണ്ടിരുന്നു. അപ്പോൾ ആ പ്രശ്നപരിഹാരത്തിന് തീവ്രമായ ശ്രമം അവിടെ ഉണ്ടായിരുന്നു. അൻവർ സ്വാഭാവികമായും വിചാരിച്ചത് ഒരു സമ്മർദ്ദം ഒരു ദിവസം എടുക്കുന്നു, ആ സമ്മർദ്ദത്തിന്റെ ഫലമായി കോൺഗ്രസ് നേതാക്കൾ അനുനയത്തിന് വരുന്നു, അപ്പോൾ എല്ലാം പറഞ്ഞ് ശരിയാക്കുന്നു, ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ സതീശൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലാണ്. അത് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം അദ്ദേഹത്തെ അപഹസിച്ചതല്ലേ, ഇനി ആ സ്ഥാനാർത്ഥിയെ, ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചിട്ട് മതി, അതിനുശേഷം ചർച്ച എന്നുള്ള നിലപാട് ഒരുപക്ഷെ അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ അൻവറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ മാനം, അതല്ലെങ്കിൽ പിന്നെ കീഴടങ്ങൽ എന്നുള്ളതാണ്. മാനം രക്ഷിക്കാൻ വേണ്ടി PV അൻവർ ഒരു അഭിമാന പോരാട്ടത്തിന് നിലമ്പൂരിൽ ഇറങ്ങും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. PV അൻവർ മാനം രക്ഷിക്കാൻ ഒരു അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് വേണമെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി കരുതാം. പക്ഷേ അവിടെ അൻവറിന് പച്ച തൊടാനാവില്ല. അൻവറിന് മുൻകാലങ്ങളിൽ ലഭിച്ച ഒരു പിന്തുണ, അത് കുറച്ചൊക്കെ കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അൻവർ രാജിവെക്കാൻ പോകുന്നു, പിണറായിക്കെതിരെ അതിശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ജനം പലരും കേൾക്കാൻ, UDF അണികൾ പലരും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ UDF നേതാക്കളെക്കാൾ ശക്തമായ സ്വരത്തിൽ ശ്രീ അൻവർ പറയുമ്പോൾ കാതിന് ഇമ്പമാകുന്ന ഒരു കാഴ്ച കണ്ടു. ആൾക്കാർ തടിച്ചുകൂടി. 2 പ്രധാന സമ്മേളനങ്ങളിൽ വളരെ വലിയ ജനപങ്കാളിത്തമുണ്ടായി. മാധ്യമങ്ങൾ വളരെ വലിയ പ്രാധാന്യമാണ്. ഞാൻ പറയും 2 പേർക്ക് മാത്രമേ കഴിഞ്ഞ ഒരു കലണ്ടർ വർഷം മുഴുവൻ നോക്കിയാൽ ശശി തരൂരിനും PV അൻവറിനും ലഭിച്ച അത്രയും മാധ്യമ ശ്രദ്ധ വേറൊരു കേരള നേതാവിനും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. അത്രയും മാധ്യമ ശ്രദ്ധയ്ക്ക് അതിന് ചേരുന്ന രീതിയിലുള്ള റിയൽ പിന്തുണ ഉണ്ടായിരുന്നു എങ്കിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർത്തുന്ന സ്ഥാനാർത്ഥി കേവലം 3000 ചില്ലുവാനും വോട്ടിലേക്ക് ഒതുങ്ങില്ലായിരുന്നു. അതുകൊണ്ട് സാക്ഷാൽ അൻവർ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ 10,000 വോട്ടിൽ താഴെ കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പിണറായിസത്തിന്റെ, അദ്ദേഹം തന്നെ എതിർത്തു എന്ന് പറയുന്ന പിണറായിസത്തിന്റെ വിജയമായിരിക്കും. അതൊക്കെ ആത്മഹത്യാപരമായിരിക്കും. എങ്ങനെ നോക്കിയാലും പിണറായി വിജയനെ വിദ്യുതുല്യനായി വിശേഷിപ്പിച്ചിട്ടുണ്ട് അൻവർ. അതിനുശേഷം പിണറായി വിജയനെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും പിണറായിസ്ഥനെതിരെയാണ് പോരാട്ടമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പിണറായിയേക്കാൾ വലിയ ശത്രു സതീശനാണ്. അപ്പോൾ ഇനി സതീശനെ പരാജയപ്പെടുത്താൻ വേണമെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചോട്ടെ എന്ന് വെക്കുമോ അൻവർ? അത് ഭയങ്കര രസമുള്ള ഒരു നിലപാടായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ. അതൊക്കെ അൻവറിനെ ട്യൂഷന് വിടേണ്ട സമയമായി ശ്രീ അഭിലാഷ്. അത് ഒരുപക്ഷെ വാഷിങ്ടൺ DC-ലേക്കൊന്ന് ട്യൂഷന് വിട്ടാൽ അവിടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ കണ്ട് എങ്ങനെ ഒരു പ്രസ്താവന നടത്താം ടാരിഫിനെ കുറിച്ച്, എങ്ങനെ എന്നിട്ട് പിറ്റേന്ന് മലക്കം പറയാം, എന്നിട്ട് വീണ്ടും പ്രസ്താവന നടത്തി മലക്കം പറയാം. ഇതൊക്കെ ഈ മെയ്വഴക്കമൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ട്യൂഷന് പോകേണ്ട ഒരു ഗതികേടിലാണ് അൻവർ. അതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല. ഇവിടെ അൻവറിനെ കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു, UDF സംവിധാനം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കോണി ഉണ്ടല്ലോ, അതായത് ഈ മുസ്ലിം ലീഗ് എന്ന കോണിയിൽ ചാരി കയറാം എന്നാണ് അൻവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ബസ്സിൽ കയറാൻ അനുവദിച്ചില്ല എങ്കിൽ പിന്നിലെ കോണിയുണ്ടല്ലോ അവിടെ ചവിട്ടി നിന്ന് വേണമെങ്കിലും ഞാൻ UDF-നോടൊപ്പം പോകും എന്ന് ഒരു ശ്വാസത്തിന് പറയുന്നു. ആ കോണി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ കോണിയാണ്. പക്ഷേ പണ്ട് മുസ്ലിം ലീഗിന് വള്ളം ഉണ്ടായിരുന്നു, അഖിലേന്ത്യാ ലീഗിന്. ഈ വള്ളത്തിൽ കയറി പറ്റി മുസ്ലിം ലീഗും UDF, അതായത് കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ആ വള്ളത്തിൽ കയറി പറ്റി
പണ്ടൊരു മരം കുത്തിയും വള്ളക്കാരനും എന്നൊരു കഥയുണ്ട്. അതിലെ മരം കുത്തിയെ പോലെ ആ വള്ളം തുരന്ന് അവിടെ വെള്ളം കിടന്ന അവസരം ഉണ്ടാക്കും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും അൻവറിനോട് ഇടപെടുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ സംസാരിച്ചു എന്നത് ശരിയാണ്. ആത്യന്തിക തീരുമാനം കോൺഗ്രസ് പറയുന്നതനുസരിച്ചാണ്. അതൊക്കെ ഒരു മുന്നണി മര്യാദയുടെ വിഷയമാണ്. അതാണ് കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ടായി UDF സംവിധാനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഒന്ന് ഇടഞ്ഞു വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗാണ് പലപ്പോഴും അതിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുന്നത്. ആ ഒരു റോള് മുസ്ലിം ലീഗ് വഹിച്ചു എന്നതിനപ്പുറം അത് മാത്രമല്ല, അൻവറിനെ ഒന്നും പരിധി വിട്ട് വളരാനൊന്നും മുസ്ലിം ലീഗും അനുവദിക്കില്ല, കോൺഗ്രസും അനുവദിക്കില്ല. കാരണം ജില്ല മലപ്പുറമാണെന്ന് ഓർക്കുക. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ള 4 സീറ്റുകൾ, ആകെയുള്ള 18 നിയമസഭാ സീറ്റുകളിൽ 4 കോൺഗ്രസ്. അതൊന്നും ഒരെണ്ണം അൻവറിന് കൊടുക്കില്ല. അൻവർ ഇപ്പം വിലപേശുന്നത് ഒരു സീറ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും 1 സീറ്റ് ലീഗിന്റെ അക്കൗണ്ടിൽ നിന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കണം. ആ രീതിയിലുള്ള ദീർഘമായി വലയറിഞ്ഞ് നിൽക്കുകയാണ് അൻവർ. അതിൽ വീഴാൻ ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെ തയ്യാറാവില്ല. അതുകൊണ്ടാണ് പടിക്ക് പുറത്ത് നിർത്തുന്നില്ല എങ്കിൽ പോലും ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി, അതാണ് ഒരു പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വം എല്ലാം തന്നെ അൻവറിനോട് എടുക്കുന്ന ഒരു നിലപാടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീ പി ശ്യാംരാജ്, BJP ഇങ്ങനെ കയ്യാലപ്പുറത്തിരുന്ന് കളി കാണുകയാണോ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, SDPIയുടെ സ്ഥാനാർത്ഥിയായി, LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിമാരായിട്ടില്ല. അതിനിടയ്ക്ക് അൻവർ ഒരുപക്ഷെ സ്വയം മത്സരിച്ചേക്കാം, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കാം. രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളിതൊക്കെ കണ്ടു നിൽക്കാം എന്നുള്ളൊരു മനോനിലയിലാണോ? അഭിലാഷേ, ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഈ ലാപ്ടോപ്പിൽ വന്ന ചോദ്യം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് BJP എവിടെയെങ്കിലും അങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണ്? ഈ വരുന്ന 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ജൂൺ 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി. അതിന് മുമ്പ് എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതിയെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്ന ഓരോരോ സാധ്യതകളാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഞങ്ങളുടെ സാധ്യതകൾ, എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊക്കെ ചർച്ചകൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. അപ്പോൾ അതിനകത്ത് ആർക്കും ഒരു വെപ്രാളത്തിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ ചോദ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ചുറ്റിപ്പറ്റി നിങ്ങൾ ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ ചോദ്യം, എന്താണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ താമസിക്കുന്നതെന്ന്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അന്ന് വലിയൊരു കുതിച്ചാട്ടമല്ലേ, കേരളത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയറോടെ ഒരു MP വിജയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്കോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ചർച്ചയിലാണ്. എന്താണോ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് BJPക്കും NDAക്കും ബെസ്റ്റ്, ആ ബെസ്റ്റുമായിട്ട് ഈ വരുന്ന 2-ാം തീയതിക്ക് മുമ്പ് ഞങ്ങൾ വരിക തന്നെ ചെയ്യും. അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇവിടെ സത്യത്തിൽ എന്താണ് ഇവിടെ എന്താണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്? എന്താണ് ഈ അൻവറിനെ സത്യത്തിൽ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ ഈ UDFനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? PV അൻവർ പറഞ്ഞെന്താണെന്നേ, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ NDA വരെ സംശയിക്കണം, മറ്റാരും അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു PV അൻവർ, ഈ ചില ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാർ വരുമെന്ന് പറയുന്നു, ചിലർ വരില്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരു തട്ടിത്തട്ടി കളിച്ചുകൊണ്ടിരിക്കലല്ലേ. അപ്പൊ പൂർണ്ണമായിട്ട് അൻവറിനെ ഇവർക്ക് തള്ളിപ്പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്നില്ല. ഇനി ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴും നോക്കൂ, ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് MLA ഉള്ളതാരുടെയാണ്? LDFന്റെ ആണ്. അവർ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ആദ്യം അവരോടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുകയും കൃത്യമായിട്ട് എന്താണ് ഞങ്ങളുടെ നിലപാട് അത് നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയമാണ്, അൻവറിനെ കുറിച്ചാണ്, കക്കാടംപൊയിലിലെ അൻവറിന്റെ വാട്ടർ തീം പാർക്കിനെ കുറിച്ചാണ് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോ അൻവറിന്റെ കാര്യം പറയുമ്പോൾ അൻവർ മുമ്പ് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം ചോദ്യം ചെയ്തിട്ടുണ്ട്. പഴയ കാര്യമാണ്, വിടാം. VD സതീശന് മീൻ കണ്ടെയ്നറിൽ ചാവക്കാട്ടേക്ക് നോട്ട് വന്നിട്ടുണ്ടെന്ന് നിയമസഭയിൽ ആരോപിച്ചിട്ടുണ്ട്. വിടാം, പഴയ കാര്യമാണ്. അതിനുശേഷം രാഷ്ട്രീയം മാറാമല്ലോ, രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണല്ലോ പ്രാഥമികമായി, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ ആളെ തൊട്ടടുത്ത ദിവസം മുന്നണിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 ദൂതന്മാർ പോവാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് താങ്കളുടെ സുഹൃത്ത് പ്രവീൺ കുമാർ പോവാണ്, അതുപോലെ തന്നെ ജയന്ത് പോവാണ്. സുധാകരൻ അൻവറിന്റെ നിലപാട് അനിവാര്യമാണ്, അദ്ദേഹത്തെ പിണക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറയുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ നിരന്തരമായി അൻവറിന് ചായയും ബിരിയാണിയും കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തൊട്ട് തലേന്ന് അപഹസിച്ച ആളെ പിറ്റേ ദിവസം സൽക്കരിക്കുന്ന ആളുകളായി എങ്ങനെയാണ് ഒരു വിഭാഗം UDF നേതാക്കൾക്ക് മാറാൻ കഴിയുമോ? പാർട്ടി എന്നുള്ള നിലയിലും മുന്നണി എന്നുള്ള നിലയിലും ആത്മവിശ്വാസത്തോടെ, കോൺഫിഡന്റോടെ
പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത് നിജേഷ്? ഞങ്ങൾക്കിതിൽ ആർജവത്തിൻ്റെ പ്രശ്നമില്ല അഭിലാഷേ. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ കൂട്ടിയോജിപ്പിക്കും. അൻവർ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ 2 വാക്കാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. UDF പിന്തുണച്ച് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ഞങ്ങൾ ആലോചിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ ആരെങ്കിലും അൻവറിനോട് ഏതെങ്കിലും സോഫ്റ്റ് കോർണർ കാണിച്ചാൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തിബന്ധമാണ്. അൻവർ കാരണം MLA സ്ഥാനം ത്യജിച്ച ഒരാളാണ്, ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ ഒരാളാണ്, കഴിഞ്ഞ കുറേ കാലമായി ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ആളാണ്, UDF ചേരണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അങ്ങനെയൊക്കെ ഒരാൾ വരുന്ന സമയത്ത് ഞങ്ങൾ പുറംകാലുകൊണ്ട് തട്ടി എന്നൊരു ആരോപണം ഉണ്ടാവരുത്, അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ ഫാക്ടർ ഒരു വലിയ സംഭവമാണ് എന്ന രീതിയിലല്ലല്ലോ കണ്ടത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അൻവറിന് തെറ്റുതിരുത്താൻ സമയമുണ്ട്. ഈ തിരുത്തിക്കൊണ്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ച് പിന്തുണച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. അല്ലാത്ത ഘട്ടത്തിൽ അൻവറിന് ആലോചിക്കാം. അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാം. പിന്നെ ശ്രീ അരുൺകുമാറിനോട് എനിക്കൊന്ന് പറയാനുള്ളത്, നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു, നല്ലത്. അത് വാടകയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണോ, ഇനി നാളെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതാണോ, അത് ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരാണോ പ്രഖ്യാപിക്കുക, ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നാണോ പ്രഖ്യാപിക്കുക എന്നും കൂടി വിശദീകരിച്ചാൽ നല്ലതാണ്. പണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആളുകളെയൊന്നും പിന്നെ ഈ വഴിയിൽ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ വലിയ വായിൽ പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടില്ല. രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് 80,000 രൂപ മാസശമ്പളം കൊടുത്താണ് ഈ വഴിക്ക് തന്നെയാണ് പോവുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ അരുൺകുമാർ, എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന തീരുമാനം LDF എടുക്കാവുന്നതാണ്. താങ്കൾ പറഞ്ഞു നാളെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന്. അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്താണ്. 3.5 പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു നിലമ്പൂരിന്റെ MLA. ആ കുത്തക അവസാനിപ്പിച്ചാണ് PV അൻവർ 2 തവണ MLA ആയത്. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രമല്ല, അൻവറിന്റെ അവിടുത്തെ വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ടും കൂടിയാണ്. പരമ്പരാഗതമായി നോക്കിയാൽ ഒരു ഇടതുപക്ഷ ക്യാരക്ടറുള്ള മണ്ഡലമല്ല എന്ന് മാത്രമല്ല, ഒരു ടിപ്പിക്കൽ UDF മണ്ഡലമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 ഡോക്ടർമാർ മത്സരിച്ചിരുന്നു. മൂന്നാമത്തെ ഒരു ഡോക്ടറെ നമ്മൾ നാളെ വെയിറ്റ് ചെയ്യാണോ? അല്ല, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കൂടി ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ ആരായിരിക്കും വരിക എന്ന് എന്നോട് ചോദിച്ചാൽ എന്തായാലും ഞാനത് പറയില്ല, എനിക്കത് പറയാൻ കഴിയില്ല, എനിക്കത് അറിയില്ല എന്നുള്ള കാര്യം താങ്കൾക്കറിയാം. പിന്നെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ പ്രഖ്യാപിക്കും. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചാ വിഷയമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ശ്രീ PV അൻവർ തന്നെയാണ്. അൻവറിന് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. UDF കൂടെ നിൽക്കുമ്പോൾ കിട്ടാത്ത വോട്ട് LDF കൂടെ ആകർഷിക്കാൻ കഴിഞ്ഞത് അത് LDF ഒരു ഇടപെടലിന്റെയും ഭരണനേട്ടത്തിന്റെയും ഭാഗം തന്നെയാണ്. ഇപ്പോൾ അവസാന തെരഞ്ഞെടുപ്പിൽ 81,227 വോട്ട് LDF കിട്ടി. അതിന് മുൻപത്തെ 2016 തെരഞ്ഞെടുപ്പിൽ 77,858 വോട്ട് കിട്ടി. അതായത് എബവ് 75,000 ആണ്. 75,000 വോട്ടിന് മുകളിലാണ് 2 തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇത്തരത്തിൽ അരുൺകുമാർ, താങ്കൾ പറഞ്ഞ 2 സംഖ്യയും ശരിയാണ്. പക്ഷേ 2011 LDF വോട്ട് 60,733 ആയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52,137 ആയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 42,000 താണു. രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്ന് പറയാം. 2024 അത് 42,000 തന്നെയാണ്. അവിടെയും രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. ഈ പറഞ്ഞ 77,000-ഉം 81,000-ഉം PV അൻവർ മത്സരിച്ചപ്പോൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 75-ന് മുകളിൽ. അതിവിടെ അതൊരു വിഷയമുണ്ട് അഭിലാഷേ. 2000-ന് ശേഷം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ താരിപ്പെടുത്തു നോക്കുക. ഇപ്പൊ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എബവ് 90 സീറ്റ് നേടി തന്നെയാണ് LDF വിജയിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ വെറും 2 സീറ്റ് വ്യത്യാസത്തിനാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ആ 5 വർഷം കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2016 ഞങ്ങൾ 91 സീറ്റ് കിട്ടി. 2021 ആയപ്പോൾ ഞങ്ങൾ 99 സീറ്റായി. അതായത് 2006 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ മാത്രം 70-ൽ നിന്ന് 2 സീറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ
പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും അടുത്ത കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ LDFന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം, അത് പശ്ചാത്തല സൗകര്യ രംഗത്ത് വികസനങ്ങൾ കൊണ്ടുവരാനും വൻകിട സംരംഭങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും ക്ഷേമ പദ്ധതികളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ലോകത്തെവിടെയുമുള്ള വികസനം കേരളത്തിൽ കൊണ്ടുവരാനും 2006 VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് മുതൽ തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് 2000 കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയെന്ന് ഇതേ അൻവറിന് തന്നെ ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കണം, അതിനുശേഷം വന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. ശ്രീ PV അൻവർ ഇടതുപക്ഷത്തിന് അനഭിമതനായി MLA സ്ഥാനം രാജിവെച്ച 5 മാസം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ലാസ്റ്റ് 5 മാസം, ആ 5 മാസത്തിനിടയിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല. വൻകിട രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LDF ഗവൺമെന്റിന്റെ ഈ വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കും. അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തും. ഞങ്ങൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ചയാണ്, അന്ന് പ്രഖ്യാപിക്കും. ഇതിന്റെ ഇടയിലൊന്നും ഒരാളും അഭിപ്രായം മാറ്റിവെച്ചിട്ടില്ല. പിന്നെ ആരാണ് വരുന്നത് അതൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ കുറച്ച് ആക്ഷേപങ്ങൾ എപ്പോഴും വരുമല്ലോ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് OLX-ൽ ഇട്ടു, അവിടെ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് കിട്ടി. അത്തരത്തിൽ ഒരാളെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുവാനോ ഇത്തരത്തിൽ ഇതിന്റെ ഇടയിൽ അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്കറിയാം UDFന്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടത്തിൽ വന്ന സ്ഥാനാർത്ഥി ആരൊക്കെ, ഇവിടെ നടത്തിയിരുത്ത് അവിടെ മത്സരിപ്പിച്ച ആളുകളുണ്ട്, സെൽവരാജ് അടക്കമുള്ളവർ, അവരുടെ സ്ഥിതി എന്താണ്, ഇതെല്ലാം ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സർഗാത്മകമായിട്ടുള്ള പൊതുരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ, നല്ല രാഷ്ട്രീയ നിലപാടോടുകൂടി അഭിപ്രായം പറയുന്നവർ, ശരി എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് പോരാടുന്നവർ, അവർക്കൊക്കെ ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം കിട്ടുന്ന രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഇദ്ദേഹം LDF വിടാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ച ഒരു ആരോപണവും പൊതുസമൂഹത്തിൽ ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഈ ഒരവസ്ഥ മറ്റൊരാൾക്കും വരരുതേ എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചു 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച ആ ആരോപണത്തിലൊക്കെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അതുപോലെ KC വേണുഗോപാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ശേഷിയില്ലാതെ നേതൃത്വ ഗുണമില്ലാത്തവർ എന്ന് പറഞ്ഞ് ഇതേ PV അൻവർ തന്നെ നടത്തിയ പ്രസംഗം പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ പറഞ്ഞ നമ്മുടെ ഡോക്ടർ സരിൻ പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലേ? പെൺവാണി റാക്കറ്റിന്റെ തലവൻ എന്ന് പോലും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥിയെ അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണെന്ന് അല്ലല്ല, അതായിക്കോട്ടെ. ഇവിടെ തിരിച്ചു പറയുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചത്. ഇതുവരെ ഞാൻ ശരിയായ രാഷ്ട്രീയ പാതയിലേക്ക് വരുന്ന സാഹചര്യം കണ്ടു. ശരി, അടുത്ത ഒരു സെക്കൻഡ്. ഇപ്പൊ അൻവർ സംസാരിക്കുന്നത് മത്സരിക്കുമോ എന്ന് പ്രഖ്യാപിക്കുമോ നമുക്ക് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നാളെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു പൊതു അഭിപ്രായം. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ആകെ 18 മെമ്പർമാരേ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റി 113 പേരുണ്ട്. ആ കമ്മിറ്റിയും കൂടിയതിന് ശേഷം ഒരു ഇലക്ഷൻ എന്ന നിലക്ക് കുറച്ച് വിപുലമായ ഡിസ്കഷൻ നടത്തേണ്ടതാണ്. ആ നിലക്കുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ള തീരുമാനം. സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ UDF പ്രവേശനം എളുപ്പമാകുമെന്നാണ് എല്ലാ നേതാക്കളും സ്ഥാനാർത്ഥിക്കെതിരെ ഉള്ള പരാമർശം തിരുത്തണമെന്നുള്ളത്. അല്ല, ഞാനിപ്പോൾ റോട്ടിൽ കൂടെ പോകണമെന്നിങ്ങനെ സ്ഥാനാർത്ഥിൻ്റെ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മളതിൻ്റെ പാർട്ടാകുമ്പോഴാണല്ലോ നമ്മുടെ അടുത്ത് നീ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത്. പിന്തുണച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കാമെന്നാണ്. അല്ല, ആര്യാടൻ ഷൗക്കത്ത് എന്നല്ല, UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണക്കാമെന്ന് 1000 വട്ടം പറഞ്ഞല്ലേ. പിന്നെ ഇതിലെന്താ കൺഫ്യൂഷൻ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരില്ലേ ചില UDFന്റെ നേതാക്കന്മാർ. ആര്യൻ ഷൗക്കത്തിനെ അംഗീകരിക്കൂല എന്ന നരേഷൻ ആരാ ഉണ്ടാക്കിയത്? അവരുണ്ടാക്കിയതല്ലേ. ഞാനെന്താ പറഞ്ഞത്? ഫൈനലി ഏത് ചെകുത്താനായാലും ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പം അത് നമ്മളെ കക്ഷിയാക്കണ്ടേ? നമ്മളെ ഘടക കക്ഷിയാക്കുകയാണെങ്കിൽ മാത്രമേ ഇനി സംസാരമുള്ളൂ. ഒറ്റ മിനിറ്റ്. അങ്ങനെയാണ് ഇന്നത്തെ ഡിസ്കഷൻ. മത്സരിക്കണ്ട എന്നുള്ളതൊക്കെ നാളത്തെ ഡിസ്കഷനും കൂടി കഴിഞ്ഞിട്ടേ തീരുമാനിക്കുള്ളൂ. അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ചില ആളുകൾക്ക് അതിൽ വളരെ ദുഷ്ടമായ ചിന്തകളുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ 4-5 മാസത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു അബദ്ധത്തിൽ പോയി ചാടരുത് എന്നതാണ് മൊത്തത്തിലുണ്ടായ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പൊതു ആലോചന. പിന്നെ മത്സരിക്കണ്ടേ എന്നുള്ളതൊക്കെ എന്താ പറയുക, നാളത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ഞാൻ മലയാളമാണ് പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചില ആളുകളിൽ അവിശ്വാസ്യത അനുഭവപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഇനിയും അങ്ങനെ ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ UDF ലീഡർഷിപ്പ് ഏൽക്കുകയാണെങ്കിൽ മാത്രം, അതും പബ്ലിക്കായി പറഞ്ഞുകൊണ്ട്, മനസ്സിലായോ? നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുവാണല്ലോ, ജനങ്ങളോട് പറയണമല്ലോ. ഒളിച്ചിരുന്നിട്ടുള്ള ഒരു ഡിസ്കഷനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ കണക്കിലാക്കി എവിടെയാണെങ്കിലും എല്ലാം സ്വകാര്യമായിട്ടാണ് ചർച്ച ചെയ്തത്. ആ സ്വകാര്യമായി ചർച്ച ചെയ്തൊക്കെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസ്യത ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചർച്ച ചെയ്ത വ്യക്തിയുമായി, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായി. അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യണമെങ്കിലും അത് പൊതുവായിട്ട് പൊതുസമൂഹം കൂടി അറിഞ്ഞിട്ടുള്ള ഡിസ്കഷനെ ഞങ്ങളുള്ളൂ. അതല്ല, അത് ഞങ്ങളായിട്ട് ചർച്ച ചെയ്യുമ്പോഴല്ലേ, ഞങ്ങളോട് ചർച്ച ചെയ്യുമ്പോഴല്ലേ. പരിശീലനാണ് അൻവർ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഘടകകക്ഷിയാക്കണം എന്ന അഭിപ്രായം ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പ്രസ് ചെയ്യുന്നില്ല. ഞങ്ങളോട് പരസ്യമായ ഒരു ചർച്ചയ്ക്ക്, എല്ലാവരെയും അറിയിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് UDF നേതൃത്വം സന്നദ്ധമാവട്ടെ എന്ന് പറയുകയാണ്. മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ മത്സരിക്കാനുള്ള സാഹസത്തിലേക്ക് കടക്കുന്നില്ല എന്ന് നമുക്ക് വാക്കുകൾക്കിടയിലൂടെ വ്യക്തമാവുകയാണ്. ഒരു സാഹസം കാണിച്ചു പോയി, കുറച്ച് ഓവറായി പോയി. ആ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ടായില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തുക എന്നൊരു മോഡിലേക്ക് PV അൻവർ മാറിയോ? ഒരു അൻവറിൻ്റെ വരികൾക്കിടയിലൂടെ, വാക്കുകളിലെ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നതാണ് ഈ സമയത്ത് ചെയ്യാനാവുന്നത്. ഒരു കാര്യം തെളിഞ്ഞു വരുന്നു, ഏത് ചെകുത്താനാണെങ്കിലും ആ ചെകുത്താൻ സാക്ഷാൽ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ പോലും അതല്ല വിഷയം എന്ന് ഇപ്പോൾ തെളിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ വിഷയം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, UDFലെ പ്രവേശം. ആ UDF പ്രവേശം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംഭവിക്കണം. അത് സംഭവിച്ചില്ല എങ്കിൽ നാളെ നീളെ എന്ന് പറഞ്ഞു പോകും എന്നത് ഒരു ആശങ്കയായി അദ്ദേഹം ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വിലപേശലും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് നോക്കൂ, ഞങ്ങൾക്ക് 18 സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. ചെറിയൊരു പാർട്ടിയായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് 100-ൽ പരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. നിങ്ങൾ LDF നാളെ കൂടുന്നു, CPM-ൻ്റെ യോഗമുണ്ട്, അതുപോലെ UDF യോഗം നാളെയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളും നാളെയാണ് യോഗം കൂടുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി നീട്ടിയെടുക്കാനായി ഇപ്പോഴത്തെ ഈ വാക്കുകൾക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്കെയിലിംഗ് ഡൗൺ എന്ന് പറയും. ഒരു വലിയൊരു പൊസിഷൻ എടുത്തതിന് ശേഷം പടിപടിയായി പടിയിറക്കം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വാക്കുകളെ കാണുന്നത്. അല്ല, അദ്ദേഹം മത്സരിക്കും എന്ന രീതിയിലൊന്നുമല്ല. മത്സരിക്കാൻ തക്ക ഒരു യോഗ്യത ഞങ്ങൾക്കൊണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ ആ സാഹസവും കാട്ടും എന്ന ഒരു ഭീഷണി, അവസാനവട്ട ഭീഷണി, അവസാനവട്ട സമ്മർദ്ദം എന്നതിനതീതമായി അൻവറിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പരമാവധി അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അൺലീഷിങ് കാറ്റ് അമംഗ് ദ പിജിയൻസ് എന്നൊരു സേയിങ് ഉണ്ട്. അതായത് UDF സംവിധാനത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് സംവിധാനത്തിൽ ചില നേതാക്കളൊക്കെ വിശ്വാസ്യതയുള്ളവരാണ്, എന്നാൽ എല്ലാ നേതാക്കൾക്കും ആ വിശ്വാസ്യതയില്ല. ചിലരൊക്കെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മറ്റു ചിലർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ ഒരു അഴകുഴമ്പൻ നിലപാടാണ് UDFനുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴും VD സതീശന് തന്നെയാണ്. പക്ഷേ അത് അപകടകരമാണ്. നോക്കൂ, ഇവിടെ KPCC പ്രസിഡന്റും UDFന്റെ ചെയർമാനായ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവുമായ ആളെ രണ്ടുപേരെയും കോൺഫിഡൻസിൽ എടുക്കാതെ UDFലേക്ക് മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ കടന്നു വരാമെന്ന് അൻവർ മോഹിക്കുന്നുവെങ്കിൽ അത് സ്വല്പം കടന്ന കൈയായിരിക്കും. അതുകൊണ്ട് അൻവറിന് ഒരു പടിയും കൂടെ ഇറങ്ങി നിന്നുകൊണ്ട് മാത്രമേ ഒരുപക്ഷെ നാളത്തെ സമ്മേളനത്തിൽ UDF പ്രവേശം എന്ന മനസ്സോടെ ആ തീരുമാനം ആത്യന്തികമായി എടുക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ശരി, അപ്പോൾ കുഞ്ഞാലിക്കുട്ടി വഴി UDFലേക്ക് എത്താം, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ പിടിച്ച് UDFലേക്ക് എത്താം തുടങ്ങിയ തന്ത്രങ്ങൾ പാളിപ്പോയി എന്ന് ഇപ്പോൾ അൻവറിനും ബോധ്യമാവുന്നുണ്ടാവും. ശ്രീ P. ശ്യാംരാജ്, BJPയെ സംബന്ധിച്ച് ജയസാധ്യതയുള്ള മണ്ഡലമായി നിലമ്പൂരിനെ കൽപ്പിക്കാൻ കഴിയില്ല. ഇതുവരെ അങ്ങനെ ആ തരത്തിലുള്ള ഒരു വോട്ട് വിഹിതം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 10 മാസമേ ഉള്ളൂ. ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയായി മത്സരിച്ചപ്പോൾ വെറും 8,000 വോട്ട്, 8,595 വോട്ടേ കിട്ടിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നിയമസഭാ സെഗ്മെന്റിൽ നിന്ന് K. സുരേന്ദ്രന് താമര ചിഹ്നത്തിൽ 17,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കാണണം. ആ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ടുകൾ തൊട്ട് മുമ്പുള്ള വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പോൾ ചെയ്തത്, അതും താമരയിൽ മത്സരിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്താണ് കേരളത്തിൻ്റെ ഒരു പൊതുവികാരം, ഒരു സ്പെസിമെനായി നിലമ്പൂരിനെ എടുക്കാവുന്നതാണ്. അതിനുള്ള ഗൗരവപൂർണ്ണമായ വർക്ക് നടത്തുന്നതിന് പകരം കാൻഡിഡേറ്റ് ഹണ്ട് നടത്തുക, BDJS മത്സരിക്കുമെന്ന് ചോദിക്കുക, പൊതുവായിട്ട് ഇനി കോൺഗ്രസിൽ നിന്നോ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും കിട്ടുമോ നോക്കുക. അതിൻ്റെ ഒക്കെ കാര്യമുണ്ടോ? അഭിലാഷേ,
രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതകളുടെ ഒരു കളി കൂടിയാണ്. ഒന്ന് നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ അഭിലാഷ് പറഞ്ഞ രീതിയിലൊന്നും ഞങ്ങൾ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടൊന്നുമില്ല. ഇവിടെ എന്താണ്, ഒരു ഇലക്ഷനെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ്? ആ ഇലക്ഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നതിനോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതകൾ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ വോട്ടുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോക്കൂ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത്. അതിനു മുമ്പ് അവിടെ മത്സരിച്ചിരുന്നത് BDJS ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF-ലെ പോലെ ഏതെങ്കിലും ചില സീറ്റുകൾ കുത്തകയായിട്ടോ അല്ലെങ്കിൽ കുടുംബവകയായിട്ടോ ഒന്നും മാറ്റിവെക്കുന്ന സംവിധാനങ്ങളില്ല. ഒരു സാഹചര്യം, ഓരോ തവണത്തെയും സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആരാണോ അവരെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ആളുകൾ വരുമായിരിക്കാം, ചിലപ്പോൾ ഞങ്ങളുടെ ആളുകൾ വരുമായിരിക്കാം, ചിലപ്പോൾ ഞങ്ങളുടെ സഖ്യകക്ഷികളായിരിക്കാം വരികയായിരിക്കുക. ഇപ്പോൾ ഇതിന് എല്ലാ സാധ്യതകളെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ BJP-യുടെ ഇലക്ഷൻ മാനേജ്മെന്റുകൾ നോക്കിക്കോളൂ. എല്ലാം നിങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ളൊരു സമയം എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ തരണം. നിങ്ങൾ ആരും അതിനകത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിന്റെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങളോടും ഈ സംസ്ഥാനത്തെ ജനങ്ങളോടും ഞങ്ങൾ കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് മുന്നണിയിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന അൻവറും അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായിട്ട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. എനിക്ക് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ തീരുമാനങ്ങൾ വരിക തന്നെ ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. പക്ഷെ അതിന് ഞങ്ങൾക്ക് സമയം വേണം. 2-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ തോക്കിൽ കയറി വെടിവെക്കാതെ, ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, LDF-നെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് വാശി പിടിക്കരുത്. അപ്പോൾ എന്തായാലും വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാടുകൾ വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെയും ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ PV അൻവറിനെ എന്തോ വലിയ വികസന നായകനായിട്ടൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എങ്കിൽ പിന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയെ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ഇതിനിടയിൽ കൂടി PV അൻവറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നിങ്ങൾ ദയവായിട്ട് നടത്തരുത്. PV അൻവർ നടത്തിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളൊരു വികസനം മാത്രമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. കക്കാടംപൊയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? എത്ര ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്? 2 കുന്നുകൾ. ഈ പരിസ്ഥിതി സ്നേഹമൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ സൈലന്റ് ആണല്ലോ. 2 കുന്നുകളാണ് ഇടിച്ചു തകർത്തത്. 4 തടയണകൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ അവർക്ക് അതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ അൻവറിനെ കുറ്റം പറയുന്ന ഇതേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ അൻവറിന്റെ തടയണകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പൊളിച്ചു കളയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ അതൊന്നും ചെയ്യാതെ ഇതിനിടയിൽ കൂടി ഈ അൻവറിനെ വെളുപ്പിക്കുന്ന കാര്യം കൂടി നിങ്ങൾ നടത്തരുത്. കുറെ കാലം അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇവിടെ നിയമസഭയിൽ സമ്മേളനത്തിന്റെ സമയത്ത് പോലും അൻവറിനെ കാണാനില്ലായിരുന്നു. സ്വർണം കുഴിച്ചെടുക്കാൻ പോയെന്ന് സൗത്ത് ആഫ്രിക്കയിൽ. എന്നിട്ട് എത്ര ടൺ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നു? 25,000 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്നാ പറഞ്ഞ്. എത്ര ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തു? അപ്പോൾ ഇത്തരത്തിൽ നുണകൾ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച ഈ അൻവറിനെ വെളുപ്പിക്കുന്ന ഒരു നടപടി കൂടി ദയവ് ചെയ്തിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കം മുതൽ തന്നെ പറയുന്നത്, ഇത് PV അൻവർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അധികാര കൊതിയും അതോടൊപ്പം തന്നെ മറ്റു ചില നിലപാടുകളും കൊണ്ട് ഉണ്ടാക്കിയ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത വെറും 7-8 മാസത്തിന്റെ മാത്രം ദൈർഘ്യമുള്ള അനാവശ്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ഞങ്ങൾക്ക് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റെല്ലാ നടപടികളും ഈ വരുന്ന 2-ാം തീയതിക്ക് മുമ്പ് തന്നെ വരിക തന്നെ ചെയ്യും. അത് കേരളത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നിലപാടായിരിക്കും ഞങ്ങൾ എടുക്കുക. അതിലൊന്നും യാതൊരു കൺഫ്യൂഷന്റെയോ ടെൻഷന്റെയോ ആവശ്യം കേരളത്തിൽ തൽക്കാലം ഒരു മാധ്യമങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. നിജേഷ് അരവിന്ദ്, അവസാനമായി UDF ജയിച്ചത് നിലമ്പൂരിൽ 2011 നിയമസഭയിലേക്ക്. അന്ന് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ ഉള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6000-ൽ ചില്ലറ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ രംഗപ്രവേശത്തിന് മുമ്പ് തന്നെ ടൈറ്റ് കോണ്ടസ്റ്റ് നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് സമീപകാല നിലമ്പൂർ. കഴിഞ്ഞ 2 പതിറ്റാണ്ടെടുത്താൽ അതുകൊണ്ട് ഈസി വാക്ക് ഓവർ എന്ന് വിചാരിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇപ്പോൾ അൻവർ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നറിയില്ല. ചില സാമുദായിക സംഘടനകൾക്കടക്കം മറ്റ് ചില വിഷയങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. UDF-ന്റെ പരമ്പരാഗത വോട്ട് ബേസായ ക്രിസ്ത്യൻ സമൂഹത്തിൽ സമീപകാലത്ത് സ്വാധീനം നേടുന്ന ചില സംഘടനകളുടെയും നിലപാടുകളുടെയും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെ ഒരു കേക്ക് വാക്കാക്കി എടുത്ത് എന്തായാലും ഞങ്ങളുടെ സീറ്റ് പഴയ സീറ്റാണ്, അനായാസം ജയിക്കും, അൻവർ LDF-ൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസത്തിന് പോയാൽ ചിലപ്പോൾ ആശങ്കയ്ക്കും വഴിവെച്ചുകൂടെ?
അല്ല, പഴയ നിലമ്പൂരും ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചാലിയാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങൾ നേരത്തെയുള്ള നിലമ്പൂരിലുണ്ടായിരുന്നു. അമരമ്പലം ഇല്ലായിരുന്നു. അമരമ്പലം CPMൻ്റെ ശക്തിയാണ്. അപ്പോൾ ആ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ കുറഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ വഴിക്കടവ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മേഖലകളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ നിലമ്പൂർ നഗരസഭയിലാണ് ഞങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത്. അതുപോലെ പോത്തുകൽ തുടങ്ങിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ബേസിലൊന്നും യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഞങ്ങളത് ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരിനെ ഞങ്ങൾ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ BJPയിലെ വ്യത്യാസം അഭിലാഷം നമ്മൾ നോക്കിക്കാണണം. നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോൾ അതൊരു ബിസിനസ്മാൻ ആയിട്ടുണ്ട്. അതിനുള്ള മാറ്റമാണ്. നേരത്തെ രാഷ്ട്രീയക്കാരാകുമ്പോൾ രാഷ്ട്രീയ ബലം പരീക്ഷിക്കുക, ശക്തി തെളിയിക്കുക. ഇപ്പോൾ ബിസിനസ്സുകാരനായ സമയത്ത് അവരിൽ മാറ്റം കണ്ടു. ഇത് സാമ്പത്തിക നഷ്ടമാണ്, ആ ഏർപ്പാടിന് പോവേണ്ട. ആ ഒരു വ്യത്യാസം BJPയിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു എഡ്ജ് ഉണ്ട്. നേരത്തെ നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മേൽവിലാസം അവിടെയുണ്ട്. ആ മേൽവിലാസത്തിൽ വെച്ചുകൊണ്ട് UDFൻ്റെ ശക്തി വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ആരെല്ലാം ഒപ്പം വന്നു കഴിഞ്ഞാലും നമ്മൾക്കവിടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാം. നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞ വികസന നേട്ടങ്ങൾ, അവിടെ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പണം ഉൾപ്പെടെ, അവിടെ ഗവൺമെൻറ് കോളേജിൽ കെട്ടിടം വെക്കാത്തത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കവിടെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ആ പോരാട്ടത്തിൻ്റെ വേദിയിൽ പറയാം. ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ്, UDF നേതാവ്, MLA ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് എന്ത് നേട്ടം? പക്ഷേ നിജേഷ്, അവിടെ ഈ വികസനം പറഞ്ഞ് ഒരു ഇലക്ഷൻ നറേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 82 മുതൽ ആര്യാടനാണ് MLA, അതിനു മുമ്പ് MP ഗംഗാധരനാണ് MLA. LDFന്റെ പ്രതിനിധികൾ ഒരു അല്പസമയം TK ഹംസ ഒക്കെ ഉണ്ടായത് ഒഴിച്ചാൽ പഴയ കാലത്ത് MLA ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം കോൺഗ്രസിന്റെ MLA പോയ സ്ഥലത്ത് വികസനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, വികസനമുണ്ട് എന്നാണ് പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ വികസനം, ഗവൺമെന്റ് കോളേജ് പ്രഖ്യാപിച്ചത് ആര്യാടന്റെ കാലത്താണ്. നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യത്തെ പണം മുടക്കിയത്, അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്താണ്. അവിടെ ബാക്കി എല്ലാ നേട്ടങ്ങളും ഞാനത് എണ്ണി പറയുന്നില്ല. എല്ലാ നേട്ടങ്ങളുടെയും അവകാശികൾ ഞങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ CPM പ്രതി പറഞ്ഞ വികസനത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് നമുക്ക് പറയാം. അപ്പം ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്ന വഴിയിൽ എൻ്റെ വഴി കൂടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് വരുന്നത് തോന്നുന്നു. കാരണം അവിടെ ദേശീയപാതയിൽ കൂടി പോകേണ്ട കാര്യമില്ലല്ലോ. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ ദേശീയപാത ടച്ച് ചെയ്യണം. അതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് വന്നതാണ് എൻ്റെ വിശ്വാസം. അതുൾപ്പെടെ നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഒന്ന്, PV അൻവർ മുന്നോട്ട് വെച്ച ചില പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെ CPMനകത്ത് ഉണ്ടായ RSSന്റെ സ്വാധീനം, ഹൊസബളെ, അതുപോലെ അജിത് കുമാറിൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട. മലയോര കർഷകന്റെ പ്രശ്നം, ഈ 9 വർഷമായി ഗവൺമെൻറ് എടുക്കുന്ന മലയോര കർഷകരോടുള്ള നിലപാട് ഉൾപ്പെടെ, അതൊക്കെയാണ് ചൂടുള്ള ചർച്ചയായി മാറാൻ പോകുന്നത്. മറ്റേതൊക്കെ ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് എന്തായാലും ഡെഡ് ലൈൻ പറഞ്ഞു കഴിഞ്ഞു. 30, 1, 2 പരമാവധി 2-ാം തീയതിക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും നിലനിൽക്കില്ല. ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനുള്ള വിലയിരുത്തലാണോ എന്ന് LDF ഉറപ്പിച്ചു പറയേണ്ട സാഹചര്യമാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പുതുപ്പള്ളിയിലെ, പാലക്കാട്ടെ, ആലത്തൂരിലെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും അത് ഉന്നയിക്കുകയുണ്ടായി. ശരൺകുമാർ, ഇപ്പം പഴയ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞതുപോലെയല്ല, ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങൾ പറഞ്ഞ 99 സീറ്റിലെ ഒരു സീറ്റാണ് നിലമ്പൂർ. അപ്പോൾ കൃത്യമായി 2021 ജനസമ്മതി ഇപ്പോൾ ഉണ്ടോ എന്നറിയാനുള്ള ഒരു മെക്കാനിസമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മൾ അതിനെ അങ്ങനെ കാണണമല്ലോ. 4 കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാർ വിലയിരുത്തപ്പെടുകയാണ്. ഞങ്ങൾക്ക് എത്ര മാർക്ക് ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്തതിന് ജനങ്ങൾ നൽകുന്നു എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുമെന്ന് മുഖ്യമന്ത്രി തന്നെ വന്ന് അവിടെ പ്രഖ്യാപിക്കേണ്ടേ. പ്രോഗ്രസ് റിപ്പോർട്ട് അദ്ദേഹം പുറപ്പെടുവിച്ചല്ലോ. ഈ പ്രോഗ്രസ് റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യൂ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുഖ്യമന്ത്രി നിലമ്പൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയോ? അല്ല, 140 മണ്ഡലങ്ങളിൽ LDF ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയതാണ് പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ന പദ്ധതികൾ നടപ്പാക്കി, ഇന്നത് പൂർത്തീകരിച്ചു, ഇന്നത് അണ്ടർഗോയിങ് ആണ് എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് 324 പേജാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെന്റിനെ വിലയിരുത്താൻ 140 മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ ഭരണത്തെ മൊത്തത്തിൽ വിലയിരുത്തുകയല്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ചയാവും, സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചയാവും, പഞ്ചായത്ത് വിഷയങ്ങൾ വരെ ചർച്ചയാവും, പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരാശങ്കയില്ല. ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചിട്ടുണ്ട്.
നിങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നില്ല എന്ന് തിരിച്ചു ചോദിക്കാൻ പാകത്തിന് ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ തർക്കമില്ല, ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ തർക്കമില്ല, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തർക്കമില്ല. ഇപ്പൊ ആകെ തർക്കമുള്ളത് വനം വന്യജീവി സംഘർഷം എന്നതാണ്. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിൽ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് 2019-ലും 2024-ലൊക്കെ പോയത് അവരുടെ അഖിലേന്ത്യാ നേതാവ് തന്നെയാണ്. ഒരു പ്രമേയം പോലും അവതരിപ്പിച്ചില്ല, ഒന്ന് കൈ പൊക്കിയിട്ടില്ല. ഞാനിവിടെ ഹാജറുണ്ട്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പോലും ഇതുവരെ 6 കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല സഹോദരനും സഹോദരിയും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ഏറ്റവും ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റു പ്രതിനിധികളിലേക്ക് ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ചാൽ, ഒന്ന് LDFന്റെ സിറ്റിംഗ് സീറ്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ബലപരീക്ഷണം, സർക്കാർ 5ാം വർഷത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, പിണറായി 3.0 എന്ന ചർച്ച ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ സജീവമാണ്. LDF അത് പുഷ് ചെയ്യുന്നുണ്ട്. പിണറായി 3.0 എന്ന നറേറ്റീവ് നിൽക്കുമോ വീഴുമോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറാൻ സാധ്യതയുണ്ടോ? അതോ ഒരു UDF സ്വഭാവമുള്ള ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് കേരളത്തിന് ഈ 140 മണ്ഡലങ്ങളുടെ ഒരു സ്പെസിമെനായി, നമ്മളിപ്പോൾ ഒരു റാൻഡം സാമ്പിളായി എന്നുള്ള നിലയിൽ ഒന്നും എടുക്കാൻ പറ്റില്ല, ജനവികാരത്തിന്റെ മാപിനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ പൂർണ്ണമായും ഒരു റാൻഡം സാമ്പിൾ എന്ന നിലയിൽ എടുക്കാവുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂർ എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അതിന് അൻവറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു UDF എഡ്ജുള്ള മണ്ഡലമാണ്. അത് പുനഃസംഘടനയ്ക്ക് മുൻപും അങ്ങനെയാണ്, മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷവും അങ്ങനെ തന്നെയാണ്. അതിനിടയിൽ TK ഹംസയെ പോലെയുള്ള ആളുകൾ, ആദ്യം കുഞ്ഞാലിയെ പോലെയുള്ള ആളുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. അൻവർ ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2016-ലും 2021-ലും ജയിച്ചു വരാൻ കഴിഞ്ഞത് എന്നുകൂടി ഓർക്കണം. നന്നായി രാഷ്ട്രീയം പറയാനുള്ള, നന്നായി രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള ഒരു വേദിയായിരുന്നു അവസാന തെരഞ്ഞെടുപ്പ്, അവസാന ഉപതെരഞ്ഞെടുപ്പ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാവില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ വരാനുള്ളൂ. പഞ്ചായത്ത്, നഗരസഭാ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനും UDFനും BJPക്കും കൃത്യമായ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. BJP ബുദ്ധിപൂർവ്വം ആ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് BJP നേരിട്ട് മത്സരിക്കേണ്ട. ഒരു പക്ഷേ 17,000 വോട്ട് വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ടാകാം. മുൻകാലങ്ങളിൽ 13,000 വോട്ടായി കുറഞ്ഞു വന്നു നവ്യ ഹരിദാസിൻ്റെ സമയത്തെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അത്രയും പോലും പ്രഭാവം ഉണ്ടാക്കാൻ ഒരു പക്ഷേ BJPക്ക് കഴിയില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവർ ഒരു പക്ഷേ ഘടകകക്ഷി മത്സരിക്കും എന്ന നിലയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതേസമയം കൃത്യമായി അൻവറിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അൻവർ ഒരു 3ാം കക്ഷിയായി തൃണമൂൽ മത്സരിക്കുകയാണെങ്കിൽ കൃത്യമായി പൊടിപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങും. അവിടെ PV അൻവറും കോൺഗ്രസും യഥാർത്ഥത്തിൽ ഈ ഇപ്പോഴത്തെ ഇൻകംബന്റ് ഗവൺമെന്റിനെതിരെ അതിശക്തമായ ആരോപണമാണ്. ഇവർ രണ്ടുപേരും, ഈ 2 കൂട്ടരും, PV അൻവറും അതുപോലെ UDF നേതൃത്വവും ഉന്നയിക്കുന്നത് ഒരേ തരത്തിലുള്ള ആരോപണങ്ങളാണ് LDF സർക്കാരിനെതിരെ. ആരാണ് ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും കഠിനമായി ആക്രമിക്കുന്നത് എന്നതിൽ മാത്രമായിരിക്കും ആശങ്ക. അതുകൊണ്ട് കൃത്യമായി പിണറായിസം എന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന, അല്ലെങ്കിൽ PV അൻവർ തന്നെ പറയുന്ന ആ ഒരു ഇഷ്ടം ഇവിടെ ഉണ്ടോ? മൂന്നാമത് ഒരു തവണ കൂടി ശ്രീ പിണറായി വിജയനും LDFനും കേരളത്തിൽ ഒരു ഭരണം ലഭിക്കുമോ? അത് നിലമ്പൂർ ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് വിജയിക്കാനായാൽ ആകുമെന്ന് ഇപ്പോൾ കരുതാനാവില്ല. ഞാൻ അങ്ങനെ കരുതുന്നതുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അൻവർ മാറി നിൽക്കുകയും വലിയ രീതിയിൽ ചക്രവർത്തി പോരാട്ടം കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിണറായി 3-നെ കുറിച്ച് ഗൗരവപൂർവ്വം കേരളം സംസാരിക്കും. ഇപ്പോൾ അതൊരു ചെറിയ സാധ്യത മാത്രമാണ്. വളരെ ഗൗരവപൂർവ്വം സംസാരിക്കും എന്നത് തീർച്ചയായിട്ടും ആ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വിജയം LDFന് അവിടെ ഉണ്ടായാൽ അത് പിണറായി 3.0 ആ ബാൻഡ് വാങ്കഡിന്റെ ഭാഗമായി വരും. ആ നറേറ്റീവിന്റെ ഭാഗമായി അത് പ്രചരിപ്പിക്കപ്പെടും.